അങ്ങനെ ബാംഗ്ലൂരേക്കുള്ള യാത്ര തുടങ്ങി. രാവിലെ വൈഫിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടുന്ന് രാത്രിയാകുമ്പോഴാണ് യാത്ര പുറപ്പെട്ടത്. പോകുമ്പോൾ നല്ല നിലാവും മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞ് ചേച്ചിയുടെ റൂമിലേക്കാണ് ഇപ്പോൾ പോയത്. അവിടെ ചേച്ചിയും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അവിടെ ചുറ്റുപാടൊക്കെ നോക്കി. നല്ലൊരു മൈതാനമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പിന്നെ ടെറസിൽ ചെന്ന് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നൈറ്റ് സ്റ്റുഡിയോയിലേക്ക് പോയി. എനിക്കൊരു ടീഷർട്ടും പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ബാംഗ്ലൂർ ഒന്ന് കറങ്ങാമെന്ന് വെച്ച് ഇറങ്ങി. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് കുറവാണെന്നും പറയാം. എന്നാലും ട്രാഫിക്കൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. നേരെ ചെന്നത് ബന്നർഘട്ട സൂവിലേക്കാണ്. സൂവിലേക്ക് സഫാരി ചെയ്യാൻ വേണ്ടി ബസ്സിൽ കയറി. അവിടെ തൊട്ടടുത്ത് തന്നെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. ആദ്യം കണ്ടത് ആനയായിരുന്നു. അതേപോലെ മാനിൻ്റെ ഒരു കൂട്ടം കാണാൻ പറ്റി. പിന്നെ അതേപോലെ കാട്ടുപോത്ത്. ഇതിൽ ഒരു കാട്ടുപോത്ത് ബസ്സിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കാണാൻ പറ്റി. അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അത് ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. അതുകൂടാതെ പിന്നെയും വേറൊരു തരം മാനിൻ്റെ ഒരു കൂട്ടത്തെ തന്നെ കാണാൻ പറ്റി. പിന്നെ ഒരു മുതലേ അതിൻ്റെ പാറമേൽ ഇരുന്നിട്ട് കാണാൻ പറ്റി. പിന്നെ ആന. പിന്നെ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ഒരു കരടിയെ കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കരടിയുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. അതിൻ്റെയൊക്കെ നഖം ഭയങ്കര വലിപ്പമാണ് കാണാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ ഭാഗത്തേക്കാണ് പോകുന്നത്. പുള്ളിപ്പുലിയുടെ സ്ഥലം കാണാൻ പറ്റി. അതേപോലെ സിംഹത്തിനെ കാണാൻ പറ്റി. ഒരു കേജാണ്. ഓരോ മൃഗത്തിനും പ്രത്യേക അതിർത്തി വരച്ചിട്ടുള്ള റോഡിലൂടെയാണ് പോകുന്നത് ഞങ്ങൾ. സിംഹത്തെയൊക്കെ ഇത്ര അടുത്തുകൂടി കാണുന്ന ആദ്യമായിട്ടാണ്. പിന്നെ അതേപോലെ കടുവ. ഇത്ര അടുത്ത് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്നത്. അതേപോലെ വെള്ള നിറത്തിലുള്ള കടുവയെ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പിറ്റേന്ന് പർച്ചേസിങ്ങിന് പോയി. അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അതായത് വെള്ളിയാഴ്ച വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിങ്കളാഴ്ച രാവിലെയാണ് പുറപ്പെട്ടത്. നല്ല വ്യൂ ആയിരുന്നു പകൽ നേരത്തൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് യാത്ര പോകാൻ. ഡ്രൈവ് ചെയ്ത് പോകാനാണ് ഏറ്റവും രസം.